ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിടമൊഴുകും കാൽവരി തീരാ, നിർമ്മലരായി സ്നേഹിതരായി തീർന്നിടാ. ദേവദൂതരണി നിരക്കുന്നു, ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. എന്നിൽ നിന്നാ പ്രഭ കൈമാറിയാലേ നമ്മളായി നവസമൂഹമാകൂ. അവിടുത്തെ അജഗണമാകൂ. കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിടമൊഴുകും കാൽവരി തീരാ, നിർമ്മലരായി സ്നേഹിതരായി തീർന്നിടാ. ദേവദൂതരണി നിരക്കുന്നു, ദേവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും സംയുക്തമായിട്ട് നാം ഇന്ന് ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ കുടുംബങ്ങൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം.
സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
ഇന്നെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവം അങ്ങയെ സ്തുതിക്കുന്നു. ദൈവജന്യയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പരിപ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും
ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലത്തുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്നു വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരവനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ.
പിതാവിനും സുധനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സുഖാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സുഖാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരം സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തീമോത്തിയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനും സെസിപ്പാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിൻ്റെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ
മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദയുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ക്രൈസ്തവ സമൂഹം മുഴുവനും സാഘോഷം കൊണ്ടാടുകയാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ഇന്നേ ദിവസം ആചരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ
സ്നേഹപൂർവം ഞാൻ നേരട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം നമ്മുടെ നാടിനും നമ്മുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ വ്യാപനവും കോവിഡ് രോഗത്തിൻ്റെ നിയന്ത്രണാതീതമായിട്ടുള്ള വ്യാപനവും വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥനകളോടെ നമ്മുടെ നാടിനും നമ്മുടെ ലോകത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ അല്പം ചരിത്രത്തിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അറിയുന്നൊരു കാര്യമുണ്ട്. റോം കേന്ദ്രമായിട്ടുള്ള പാശ്ചാത്യ സഭയിലും അന്ത്യോക്യ, അലക്സാണ്ട്രിയ, കോൺസ്റ്റന്റാനോപ്പിൾ, അർമേനിയ, അസീറിയ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രമായിട്ടുള്ള പൗരസ്ത്യ സഭകളിലും ആദിമ നൂറ്റാണ്ടുകൾ മുതൽ ഈ തിരുനാൾ ആചരിച്ചു പോന്നിരുന്നു. വിശുദ്ധനായിട്ടുള്ള ജോൺ ഡെമേഷിനോ വളരെ മനോഹരമായിട്ട് ആദിമ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള ആദിമ ക്രൈസ്തവരുടെ ഇടയിലുള്ള വിശ്വാസം തൻ്റെ രേഖകളിൽ ഏറ്റുപറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പരിശുദ്ധ മറിയം മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. അതിനുശേഷം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു. 12 അപ്പസ്തോലന്മാരിൽ തോമാസ് ലീഗ ഒഴിച്ച് എല്ലാ അപ്പസ്തോലരും പരിശുദ്ധ അമ്മയുടെ മരണസമയത്ത് സമീപത്തുണ്ടായിരുന്നു. തോമാസ് ലീഗ ആകട്ടെ ഭാരതത്തിൻ്റെ നോർത്തേൺ പ്രദേശങ്ങളിലേക്ക് കരമാർഗം യാത്ര ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മരണം കേട്ടപ്പോൾ തിരിച്ച് ജെറുസലമിലേക്ക് വന്നു. ജെറുസലമിൽ വെച്ച് അപ്പസ്തോലന്മാരോടൊപ്പം കല്ലറ തുറന്നു. കല്ലറ തുറന്നപ്പോൾ ആ കല്ലറ ശൂന്യമായിട്ട് കണ്ടു. ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറ. പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. 13-ാം നൂറ്റാണ്ടിൽ ജപമാലയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ മഹിമയുടെ രഹസ്യങ്ങളിൽ ഒരു രഹസ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ചൊല്ലിത്തുടങ്ങിയിരുന്നു. ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ പിതാവ് പിയൂസ് 12 മാർപ്പാപ്പയാണ്. 1950 നവംബർ മാസം 1-ാം തീയതി. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എപ്പോഴും കന്യകയും അമലോത്ഭവമായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയം ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ആവിഷ്കൃതമായിട്ടുള്ള ഒരു സത്യമാകുന്നു. ആദിമകാലം മുതൽ വിശ്വസിച്ചു പോന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. സ്വർഗത്തിലായിരിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് നിരന്തരം അപേക്ഷിച്ചു കൊണ്ടിരിക്കാം. നമ്മോടൊപ്പം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അടിയുറച്ച ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മയെ ഈശോ
കനായിലെ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീയെ എന്നാണ്. കാരണം സഭാപിതാക്കന്മാർ പറയുന്നത് രണ്ടാം ഹൗവയായിട്ടാണ് പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. ഈശോ തൻ്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന്, തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുകയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതമായിട്ടുള്ള കാനായിലെ കല്യാണ വിരുന്നിലും, രണ്ടാമത്തേത് മഹത്വീകരണത്തിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള കാൽവരിയിലും. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ആദ്യമാതാവായിട്ടുള്ള ഹൗവ ആദത്തിനോടുകൂടെ ചേർന്ന് മരണത്തിലേക്ക് മനുഷ്യകുലത്തെ നയിച്ചു. രണ്ടാം ഹൗവയായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയം രണ്ടാം ആദമായിട്ടുള്ള ഈശോയോട് ചേർന്ന് മനുഷ്യകുലത്തെ ജീവനിലേക്ക് നയിച്ചു. മനുഷ്യന് ജീവൻ നൽകാൻ രണ്ടാമത്തെ ഹൗവ ഈശോയോട് സഹകരിച്ചു എന്നർത്ഥം. പീഡാനുഭവ ഉത്ഥാന മഹത്വത്തിലൂടെ രക്ഷാകര പ്രവർത്തനത്തെ പൂർത്തീകരിച്ച ഈശോ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ മറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യാനുള്ള കാരണം എന്താ? മനുഷ്യകുലത്തിന് മുഴുവനും മാതൃകയായിട്ട്, അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സ്വർഗാരോപണ തിരുനാളിൽ 3 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞ വാക്കുകൾ നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. 3 വിധത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് ഈ വാക്കുകൾ അനർത്ഥമായി കാണുന്നത്. അമ്മയുടെ ജീവിതത്തിലുടനീളം അമ്മ ദൈവം എന്താണ് പറയുന്നത് അത് ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞ്, ആരാണ് എൻ്റെ അമ്മയും സഹോദരനും? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ അമ്മയായിട്ട് ഉയർത്തപ്പെട്ടതിന് കാരണം എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ തയ്യാറായി. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെ വാക്യത്തിൽ ഈശോ അസന്നിഗ്ധമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അമ്മ ആത്മശരീരങ്ങളോടുകൂടെ ഉയർത്തപ്പെടാനായിട്ട് കാരണവും മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് അമ്മ തൻ്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചു. നാം പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാചകമുണ്ട്, വിത്ത് ജീസസ് ഐ ആം എ ഹീറോ, വിത്തൗട്ട് ജീസസ് ഐ ആം റിയലി എ സീറോ. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് വർത്തിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടിയാണ് ചരിക്കുന്നതെങ്കിൽ ഐ ആം എ ഹീറോ.
ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഐ ആം റിയലി സീറോ. രണ്ടാമത്തെ ചിന്ത, പരിശുദ്ധ അമ്മ ജീവിതത്തിൽ കുരിശുകൾ ഏറ്റുവാങ്ങിയവളാണ്. ഈശോ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മഹുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സകലരും ഓടി ഒളിച്ചു. പലരും അകലെ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ ആ കുരിശിനെ അനുധാവനം ചെയ്തു. ഈശോയോടൊപ്പം കുരിശുകൾ വഹിക്കാനായിട്ട്, ഈശോയോടൊപ്പം കുരിശിൻ ചുവട്ടിലായിരിക്കാനായിട്ട് അമ്മ ധീരത കാണിച്ചു. ഇതാണ് ഈശോ പറയുന്നത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. വിസ്തൃതമായിട്ടുള്ള വാതിൽ, വിസ്തൃതമായിട്ടുള്ള വഴി, അത് നാശത്തിലേക്കുള്ളതാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 12 മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുപറ്റുന്നതിൽ സന്തോഷിക്കുവിൻ. കുരിശുകൾ ജീവിതത്തിൽ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് എപ്രകാരം സ്വീകരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഈ കോവിഡ് രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നോർത്ത് ഇറ്റലിയിൽ ഫാദർ ജുസേപ്പിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ച് കേട്ടതാണ്. ഒരുപാട് പേര് ഇറ്റലിയിൽ രോഗബാധിതരായിട്ട് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ 73 വയസ്സുകാരനായിട്ടുള്ള ജുസേപ്പെ, അദ്ദേഹം തൻ്റെ ഇടവകയിൽ കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രിയെ അഭയം പ്രാപിച്ചിരിക്കുന്ന അവസരം, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടെ ജീവൻ നിലനിർത്തുന്ന അവസരത്തിലാണ് തൻ്റെ തൊട്ടടുത്ത കിടക്കയിൽ 19-കാരനായിട്ടുള്ളൊരു യുവാവിനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത് കണ്ടത്. അവനും ജീവൻ നിലനിർത്തുവാനായിട്ട് വളരെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസരം, ഈ 73-കാരനായിട്ടുള്ള ഇടവകാരിയച്ഛൻ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ വികാരിയച്ഛൻ അവനെ നോക്കി. അവൻ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു, വെന്റിലേറ്റർ അവന് ഘടിപ്പിക്കുന്നില്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ 73-കാരൻ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവന് വെന്റിലേറ്റർ ഘടിപ്പിക്കാത്തത്? ഡോക്ടർ നിസ്സഹായനായിട്ട് അച്ഛനോട് പറഞ്ഞു, വെന്റിലേറ്റർ ഒന്നും അവശേഷിക്കുന്നില്ല. അല്പനേരം ചിന്തിച്ചു. ഈ 73-കാരൻ വല്യച്ഛൻ മനസ്സിലോർത്തു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, സാധിക്കുമെങ്കിൽ എൻ്റെ വെന്റിലേറ്റർ ഊരിയിട്ട് അവന് പിടിപ്പിക്കുക. ഡോക്ടർ വളരെ വിഷമത്തോടുകൂടെ ഈ വല്യച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. വല്യച്ഛൻ പറഞ്ഞു, സാരമില്ല, അവന് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സംതൃപ്തിയോടുകൂടെ മരിക്കാലോ. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ
എല്ലാവരും ആഗ്രഹിക്കുന്ന ഒളിച്ചോടാനാ. ഒളിച്ചോടി സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങളിൽ ഒളിഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈശോ കാണിച്ചു തരുന്ന മാർഗം അതല്ല. പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന മാർഗം അതല്ല. കുരിശുകളെ സന്തോഷത്തോടു കൂടെ നേരിടാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമത്തെ ചിന്ത, പരിശുദ്ധ അമ്മ കനായിലെ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ വീഞ്ഞ് തികയാതെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ അമ്മ നേരിട്ട് ഇടപെടുകയാണ്. ഈശോയോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിക്കുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പക്ഷേ അമ്മ നിരാശയാകുന്നില്ല. അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. കുറവുകളെ നിറവുകളാക്കാനായിട്ട്, അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അവിടെ കഴിഞ്ഞത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ്. മലയിൽ പ്രസംഗത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്, നിനക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നീ നന്മ ചെയ്താൽ നിനക്ക് എന്ത് പ്രതിഫലമാണുള്ളത്? നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം നീ സ്നേഹിച്ചാൽ നിനക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? വിജാതീയരും അങ്ങനെ ചെയ്യുന്നില്ലേ? മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം മറ്റുള്ളവരോടും പെരുമാറുക. എലീശോ അമ്മ ഗർഭിണിയാണെന്ന് കേട്ടപ്പോഴ മലയും കുന്നും കടന്ന് അവളെ പരിചരിക്കാൻ പോയത് ഈ വിശാലമായിട്ടുള്ള സ്നേഹത്തിൻ്റെ മനോഭാവമുള്ളതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്കും സ്വർഗാരോപിതരാകേണ്ടവരാണ്. നാമും ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അമ്മ നമുക്ക് കാണിച്ചു തരുന്നു, നാമും സ്വർഗാരോപിതരാകും. എങ്ങനെ? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ശ്രമിച്ചാൽ, കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കാൻ ശ്രമിച്ചാൽ, മറ്റുള്ളവർക്ക് ഔദാര്യപൂർവ്വം നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കും സ്വർഗാരോപിതരാകാനായിട്ട് കഴിയും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങളും നേരുന്നു. നമുക്ക് നല്ല പൗരന്മാരായിട്ട്, സ്വർഗത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നല്ല പൗരന്മാരായിട്ട് വർത്തിക്കാൻ സാധിക്കട്ടെ. എല്ലാവരോടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, രക്ഷാകര കർമ്മത്തിൽ നിന്നോട് അടുത്ത് സഹകരിക്കുകയും മഹത്വം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ദൈവേഷ്ടം നിർവഹിക്കുന്നതിനും നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധ കന്യകാമറിയത്തെ നിന്റെ മഹത്വപൂർണ്ണതയിൽ ശാരീരികമായിട്ട് കൂടി പങ്കുചേർത്ത കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച് കന്യകാമാതാവിൻ്റെ ശരീരത്തെ മഹത്വപ്പെടുത്തിയ കർത്താവെ, ദൈവാത്മാവിൻ്റെ സജീവാലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ കൃപ നൽകിയ കർത്താവെ, പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്നവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാപരപൂർണയുമായ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗാരോപരിയായ മറിയത്തിൻ്റെ പ്രാർത്ഥനകൾ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനാര്യൻ്റെ കൃപാസനത്തെ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ അഖിലരുമൊന്നായി സന്നിധി വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും നിലസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും
തിരുത്താനത്തിൽ ശരണം തേടുന്നു കുത്തിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനിൽ നിന്നും സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതി ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ വിശുദ്ധൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിട്ട് ഞങ്ങൾ അങ്ങ് കന്യാതിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തെക്കുറിച്ച് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും
അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും ഇതുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അതിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് അതിനായി അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു.
ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. നീ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും രസത്തിൻ്റെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇങ്ങോട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഉടനെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യന സ്ത്രീ എന്ന ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിമിത്ത വിധേയനാകുകയും എൻ്റെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തെ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരുമാകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ പങ്കുകാരാക്കുവാൻ നീ നിന്റെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോനെ സംബന്ധിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി എൻ്റെ ശത്രുക്കളെ പരാജിതരാക്കി. എൻ്റെ ബലഹീനമായ പ്രകൃതിയെ എൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുഖത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയാം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും എൻ്റെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശപുറം കാത്തു നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും
ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളെ വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പക്ഷത്തിൻ്റെ ശരീരത്തെ അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ഓർമ്മയാ ജന്നത്തെ മതവൈകനിയാമറിയത്തിൻ്റെയും തിരുസന്നിധി സംരേരി കണ്ടെത്തിയ നിരുമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ എൻ്റെ വർണ്ണനയും സമൃദ്ധവുമായി പ്രയാസം ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാദിയുമെന്നും എൻ്റെ പ്രിയപത്തനായ ഈശ്വംശികായ അയച്ചുവെന്നും ഉപവാസം എല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷിക വന്ദകന്മാർ, ഒരു പരങ്കരമാ മെത്രാമ്മ, പുരോഹിതന്മാർ, ശുശ്രൂഷി എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവൻ ജീവിതായും അടയാളത്തെ മുദ്രരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നന്മലത്തിനെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേൽ ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് നിങ്ങളുടെ നാമത്തെ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. എൻ്റെ നാഥൻ രക്ഷകനുമായ ഈശംശിയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും വൈവത്യനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചടയർപ്പ് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നാവുമാരി വിരത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനീയവും വിസ്മയാകും രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. നിന്റെ പക്ഷത്തിൻ്റെ അമൂല്യരത്വത്തോ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. പരിമള സസ്യങ്ങളുടെയും സുന്ദരദ്രവ്യങ്ങളുടെയും നാഥ, ശ്രേഷ്ഠപുരോഹിതൻ വാഗ്ദാനപടത്തിൻ്റെ ആൾക്കാരിലൂടെ അർപ്പിച്ച ധൂപം പോലെ എൻ്റെ പ്രാർത്ഥനയും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴിയങ്ങിയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. ഒരു തെറ്റിപ്പോ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ലിടയെ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്ത എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവാരിമങ്ങളുടെ മകനെയും വിശുദ്ധവുമായി ബലിപിടുത്ത് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും ഈ ആരാധനാ സമൂഹത്തെയും ബലിപിടുത്തെയും ബലിവസ്തുക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഗവും പരിശുദ്ധവും ഇവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നദനാ നിനക്കരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നതും മരിക്കുകയില്ല, പ്രത്യുരാപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമൊഴിഞ്ഞേ കൈക്കൊള്ളുവോർ എന്നിൽ നിത്യം ജീവിക്കും.
തുറക്കണമേ. ഈശ്വമിശിഹായുടെ കൃപയും രാവാധിപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനാൽ പത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തെ സർവ്വവിശുദ്ധ ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവ് നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ പറ്റ മനവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരോഗിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീനവൻ്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യാധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മിരിപ്പിന് നമ്മുടെ ആവശ്യംശയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നത്യമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായി, സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹരാകട്ടെ. അവർണ്ണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ആത്മശരീരസമന്വിതയാ കന്യകയാകും മറിയത്തെ സ്വർഗാരോപിതയാക്കുകയാൽ വാഴ്ത്താമഖില മഹീശ്വരരെ. ഉത്ഥാനത്തിൻ മഹിമയതിൽ താതൻ ചേർത്തൊരു മറിയത്തെ മർത്യകുലത്തിനു മാറാവാൻ നൽകിയ സുധരെ വാഴ്ത്തിയിട. സ്വർഗാരോപിത മാതാവിൻ പ്രാർത്ഥനയാലേ ആത്മാവിൻ സ്വർഗാനന്ദം പകരട്ടെ. ദൈവം കരുണയോടെന്നും രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിവിടമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കർത്താവിന്റെ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വിധിമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.